ഇന്ന് നമ്മളെ മക്കള് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. നമ്മളടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. പല രീതിയിലും പല ആളുകളും മക്കളെ കൊണ്ട് ഒരുപാട് സങ്കടങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം, ഒരിക്കലും ഒരു മാതാപിതാക്കൾ അവരെ മക്കളെ കുറിച്ചിട്ടുള്ള കുറ്റം മറ്റുള്ളവരുടെ അടുത്ത് പറയില്ല. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർ സ്വയം ഉരുകുക എന്നുള്ളതല്ലാതെ അത് പുറത്ത് പറയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം. അപ്പോൾ നമുക്കറിയാം, കുട്ടികൾ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങളെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾക്ക് തോന്നിയ പോലെ അവർ നടക്കുകയാണ്. ദേഷ്യം കൂടുതലാണ്. പിന്നെ വരുന്നൊരു കേസാണ്, കുട്ടികൾ പ്രണയത്തിൽ പെട്ടു പോവുകയാണ്. അവർക്ക് തോന്നിയ രീതിയിൽ അവർ ഇറങ്ങി പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഒരുപാട് പാരൻസ് ഉണ്ടാവും. മാനസികമായി ഉരുകിക്കൊണ്ടിരിക്കുന്ന പാരൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ഈ കുട്ടികളെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ഞങ്ങൾ കുറച്ച് ട്രെയിനേഴ്സ് കൂടിയിട്ട് ഞങ്ങളൊരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പ് അടുത്ത് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓൺലി പെൺകുട്ടികൾക്ക് മാത്രമായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് നമ്മൾ ആൺകുട്ടികൾക്കും ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പിൽ ഞങ്ങൾ ആലോചിച്ച് ഇവർക്ക് എങ്ങനെയാണ്, നമുക്കറിയാം, ഒരിക്കലും പാരൻസിൻ്റെ ഉപദേശം കൊണ്ട് കുട്ടികൾ നന്നാവാൻ പോണില്ല. ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും പ്രാക്ടിക്കലായിട്ട് കുറച്ച് ഗെയിംസുകളും അതിൽ കൂടെ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു ക്യാമ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൗൺസിലിങ്ങിന് വന്ന് 1-2 വട്ടം അവർ വന്നത് കൊണ്ടൊന്നും ആയില്ല. പക്ഷെ അവർക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഒരു 2 ദിവസം കംപ്ലീറ്റ് ഞങ്ങളെ കസ്റ്റഡിയിൽ നിർത്തിയിട്ട് ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ക്യാമ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പിൽ ഇൻഷാ അള്ളാ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുന്ന പാരൻസ് നിങ്ങളെ കൊണ്ട് പറ്റാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രണയത്തിൽപ്പെട്ട കുട്ടികളും ലഹരിയിൽപ്പെട്ട കുട്ടികളായിക്കോട്ടെ, 2 ദിവസം നിങ്ങൾ ഞങ്ങളെടുത്ത് നിങ്ങളെ മക്കളെ ഒന്ന് തരിക. നിങ്ങളെ മക്കൾ എങ്ങനെയാണോ നിങ്ങൾ തിരിച്ചു തന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസത്തെ ഈ ഒരു ക്യാമ്പിൽ നിങ്ങൾ കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സങ്കടത്തിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. കുട്ടികൾക്കൊന്നും തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രെയിനേഴ്സാണ് അതിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ അറിയിക്കണം. എൻ്റെ ഒരു കോൺടാക്ട് നമ്പറും കൂടെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യുക. ഒരു 25 കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കുട്ടികളെ വെച്ച് ഒരു പക്ഷേ അത് അത്ര റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കുറച്ച് കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്ന 25 കുട്ടികളെ നമ്മൾ ചെയ്യും. പിന്നീട് അതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ആൻസർ പറയുക. താല്പര്യമുള്ള ആളുകളും ഈ ഒരു കോൺടാക്ട് നമ്പറിൽ